ഡയാലിസിസ് രോഗികളുടെ ചികിത്സയ്ക്ക് 25 ലക്ഷം രൂപ കൈമാറി കൊച്ചി അതിരൂപത. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇടവകയിലെ വീടുകളിൽ നിന്ന് ലഭിച്ച നാണയത്തുട്ടുകളാണ് സഹായത്തിനായി ഉപയോഗിച്ചത്. സെന്റ് തെരേസസ് കോളേജിൽ നടന്ന വിപുലമായ ആഘോഷ ചടങ്ങിലാണ് തുക കൈമാറിയത്. ഒരു ക്രിസ്മസ് കാലത്തെ നാടാകെ വരവേൽക്കുമ്പോൾ ചില്ലറക്കാരൻ വണ്ടി മടങ്ങിയെത്തിയത് 25 ലക്ഷത്തിന്റെ നാണയത്തുട്ടുകളുമായി. ക്രിസ്മസ് പാപ്പാൻ തന്റെ ഇടയർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് പോലെ ചില്ലറക്കാരനും തന്നെ ആശ്രയിക്കുന്ന രോഗികൾക്ക് സമ്മാനം നൽകാൻ ഇങ്ങ് പാഞ്ഞെത്തി. ഭൂമിയിലെ മനുഷ്യർ പാട്ടുപാടി ആഘോഷിച്ച് ചില്ലറക്കാരനെ വരവേറ്റു. കൊച്ചി രൂപതയുടെ കീഴിൽ വരുന്ന ഇടവകകളിലെ എല്ലാ വീട്ടിലും ഒഴിഞ്ഞൊരു പ്ലാസ്റ്റിക് കുപ്പി വച്ചിരുന്നു. ആ പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ചില്ലറത്തുട്ടുകൾ ആളുകൾ നിക്ഷേപിച്ചത്. ഒരു വർഷം കൊണ്ട് അത് ചില്ലറ കൂമ്പാരമായി. സാധാരണക്കാരായിട്ടുള്ള ഇടവക അംഗങ്ങൾ ചെയ്ത ഒരു സംഭാവനയാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ നോട്ട് കൊടുത്തിട്ട് ചില്ലറ വാങ്ങി അവരുടെ കുപ്പികളിലൊക്കെ ഇട്ട് അത് അതാത് പള്ളികളിൽ തിരിച്ചെത്തിച്ചു, ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യർ കൊടുക്കുന്ന സന്ദേശമാണ് ക്രിസ്മസിന്റെ സന്ദേശം. ഫാത്തിമ ആശുപത്രിയുടെ സൗജന്യ ഡയാലിസിസ് പദ്ധതിയിലേക്കാണ് 25 ലക്ഷത്തിന്റെ തുക കൈമാറിയത്. ക്രിസ്മസ് പാപ്പാന്മാരുടെ കുടം തല്ലൽ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് തിരികൊളുത്തി. റിപ്പോർട്ടർ, കൊച്ചി.